CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് മേൽ കുരുക്കുകൾ മുറുകുന്നു. മാസപ്പടി കേസിൽ SFIO നടപടികൾ സ്റ്റേ ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി തയ്യാറായില്ല. കുറ്റപത്രം സമർപ്പിച്ച അവസ്ഥയിൽ തുടർ നടപടികൾ തടയണമെന്ന CMRLന്റെ ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് കോടതി വാക്കാൽ നിരീക്ഷിച്ചു. എക്സാലോജിക് CMRL കേസിലെ ഹർജി പരിഗണിക്കുന്നത് മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റി. കേസ് 21-ന് വീണ്ടും പരിഗണിക്കും. SFIO കുറ്റപത്രം സമർപ്പിച്ച അവസ്ഥയിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്യാൻ ഡൽഹി ഹൈക്കോടതി തയ്യാറായില്ല. CMRL എക്സാലോജിക് ഇടപാടിൽ SFIOയുടെ തുടർ നടപടികൾ തടയണമെന്ന CMRLന്റെ ഹർജി എങ്ങനെ നിലനിൽക്കുമെന്നും കോടതി വാക്കാൽ നിരീക്ഷിച്ചു. കേസ് അന്വേഷിക്കുന്ന SFIO അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കില്ല എന്ന് വാക്കാൽ ഉറപ്പു നൽകിയിരുന്നുവെന്നും അന്ന് കേസ് പരിഗണിച്ചിരുന്നത് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചായിരുന്നുവെന്നും CMRLന് വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചു. എന്നാൽ അത്തരമൊരു ഉറപ്പിന്റെ കാര്യം ജുഡീഷ്യൽ രേഖകളിൽ ഇല്ലെന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് ഗിരീഷ് കത്പാലിയ വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട് SFIO വാക്കാലോ അല്ലാതെയോ അത്തരമൊരു ഉറപ്പ് നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവും പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കേസ് ആദ്യം പരിഗണിച്ചിരുന്ന ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് മാറ്റിയത്. ഇത് സംബന്ധിച്ച ഉത്തരവിടാൻ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് കത്പാലിയ അഭ്യർത്ഥിച്ചു. യാതൊരു സേവനങ്ങളും നൽകാതെ വീണ വിജയനും കമ്പനിയും സ്വകാര്യ മണൽ ഖനന കമ്പനിയായ CMRL നിന്ന് 1.72 കോടി രൂപ കൈപ്പറ്റിയെന്ന കേസിൽ SFIOയ്ക്ക് തുടർ നടപടികളിൽ ഇനി തടസ്സങ്ങളില്ല. ജനം, ഡൽഹി.